പിതാവായ ദൈവത്തിനും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി. കൃപാസനത്തിലൂടെ ഓൺലൈൻ ഉടമ്പടി എടുത്തതിലൂടെ ലഭിച്ച അനുഗ്രഹത്തിന് സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ പേര് അധീന സരൺ ആൻ്റണി. ഞാൻ പള്ളിക്കുട്ടുമ്മ ഫാത്തിമ മാതാ ഇടവകയിൽ നിന്ന് വരുന്നു. കഴിഞ്ഞ 7 വർഷങ്ങളായിട്ട് ഞാൻ ന്യൂയോർക്ക് USA താമസിക്കുന്നത്. ഞാനൊരു ഡെൻറ്റിസ്റ്റാണ്. ഇന്ത്യയിൽ 2015 ഞാൻ ഗ്രാജുവേറ്റ് ആയത്. എന്നിട്ട് ഞാൻ അവിടുന്ന് US പോയി. 2011 ഞാൻ ആദ്യമായിട്ട് അമേരിക്കയിലേക്ക് പോകുന്നത്. അപ്പം ഈ കോഴ്സ് കഴിഞ്ഞാൽ ഏതായാലും അവിടെ സെറ്റിൽ ആവാനായിരുന്നു എൻ്റെ പ്ലാൻ. അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു ഈ ഡെൻറ്റിസ്ട്രി എന്ന ഓപ്ഷൻ ഒരു റോങ് ചോയ്സ് ആയിപ്പോയി. കാരണം നേഴ്സിംഗ് പോലെ അല്ല, അത്ര ഈസി അല്ല അവിടെ പോയിട്ട് ഇതിന് ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. വളരെ പ്രയാസമാണ് എല്ലാവരും പറഞ്ഞു. ഈവൻ എൻ്റെ പ്രൊഫസേഴ്സ് വരെ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഈ കോഴ്സ് കണ്ടിന്യൂ ചെയ്യുന്നത്, ഇത് സ്റ്റോപ്പ് ചെയ്തുകൂടെ, അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി. അപ്പം ഞാൻ ചെയ്യുന്നതിലൊന്നും ഒരർത്ഥമില്ലാത്ത പോലെ ആയിപ്പോയി. പക്ഷേ എന്നാലും ഞാൻ തുടങ്ങി വെച്ചതല്ലേ എന്ന് വെച്ചിട്ട് അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്കിത് തുടങ്ങാം, ഏതായാലും ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2015 പാസ് ഔട്ടായി. 2016 ഡിസംബറിൽ പാസ് ഔട്ടായി. 2016 ജാനുവരിയിൽ ഞാൻ US പോയി. ആദ്യത്തെ 1 വർഷം എനിക്ക് എന്ത് ചെയ്യണം എന്ന് പോലും അറിയില്ലായിരുന്നു. കാരണം എനിക്ക് ആരെയും പരിചയമില്ല. ആരോടെങ്കിലും ഈ ഡെൻറ്റിസ്ട്രി കഴിഞ്ഞ് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അവർ പറയും, അത് ഭയങ്കര പ്രയാസമാണ്, നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ഫീൽഡ് നോക്ക്, നേഴ്സിംഗ് എന്തെങ്കിലും പഠിക്കുക. അപ്പോൾ എനിക്കത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിരുന്നില്ല. കാരണം ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായത്. അപ്പോൾ എനിക്ക് അതിൽ തന്നെ ജോലി ലഭിക്കണമെന്നായിരുന്നു. പിന്നെ ഒരു വർഷത്തോളം ഞാൻ ഓൺലൈൻ റിസർച്ചൊക്കെ ചെയ്ത് കുറച്ച് ഇൻഫോർമേഷൻസൊക്കെ ഞാൻ ഗ്യാദർ ചെയ്തു. അപ്പം അറിഞ്ഞു 2 എക്സാംസ് ഉണ്ട്, നാഷണൽ ബോർഡ് ഡെൻ്റൽ എക്സാമിനേഷൻസ് പാർട്ട് 1 പാർട്ട് 2. അത് വളരെ പ്രയാസമുള്ള എക്സാമാണ്. പാർട്ട് 1 8 മണിക്കൂറിൻ്റെ എക്സാമും പാർട്ട് 2 13 മണിക്കൂറിൻ്റെ എക്സാമുമാണ്. അത് രണ്ടും ഞാൻ പാസ്സായി. അന്ന് കൃപാസനത്തിനെ പറ്റിയൊന്നും അറിയില്ല, പക്ഷേ ഞാൻ ഒത്തിരി മാതാവിനോട് ഈശോയോടൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ആ അനുഗ്രഹത്തിലാണ് ഞാൻ പാസ്സായത്. എൻ്റെ കഴിവുകൊണ്ടൊന്നുമല്ല. പിന്നെ ടോഫൽ എന്ന് പറഞ്ഞൊരു കടമയുണ്ടായിരുന്നു. IELTS പോലെ USA ഒരു ലാംഗ്വേജ് പ്രൊഫഷൻസി എക്സാമാണ്. അതിനും എനിക്ക് നല്ല സ്കോർ കിട്ടി. അത് കഴിഞ്ഞിട്ടാണ് എനിക്കപ്പോൾ ബേസിക് റിക്വയർമെൻറ്റ്സ് ആയി ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. അപ്പോഴാണ് റിയൽ സ്ട്രഗിൾ തുടങ്ങുന്നത്. കാരണം അമേരിക്കയിൽ ഈ ഇൻ്റർനാഷണൽ ഡെൻറ്റിസ്റ്റിന് വേണ്ടി ഒരു 250 സീറ്റേ ഉള്ളൂ ഓൾ ഓവർ അമേരിക്ക. അപ്പോൾ ഈ അമേരിക്ക പോലൊരു രാജ്യത്തേക്ക് ഈ ലോകത്തിൽ നിന്ന് എല്ലാ ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യും. അപ്പോൾ ഇൻ്റർനാഷണൽ ഡെൻറ്റിസ്റ്റ് ഒത്തിരി ഉണ്ട് അവിടെ, എല്ലാവരും അപ്ലൈ ചെയ്യും. അപ്പോൾ 1000 ആപ്ലിക്കേഷൻസ് ഓരോ ഇയറും ചെല്ലും. അപ്പോൾ ഒരു സൈക്കിൾ ഓപ്പൺ ആവും, മാർച്ചിലാവും. അപ്പോൾ ഞാൻ എല്ലാ റിക്വയർമെൻറ്റ്സ് ആയിട്ടും എനിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഒരു പേടിയായിരുന്നു. കാരണം എനിക്ക് മെറിറ്റ് ഇല്ല എന്നൊരു